ഇറാന്റെ 3ഓളം ആണവ കേന്ദ്രങ്ങളെയാണ് അമേരിക്ക ആക്രമിച്ചത്. ഇറാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരുന്നു അമേരിക്കയുടെ ആക്രമണം. രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇറാന് നഷ്ടപ്പെട്ടത് അവർ സുരക്ഷിതമാക്കി വച്ച 3 കേന്ദ്രങ്ങളാണ്, ആണവ കേന്ദ്രങ്ങളാണ്. ഇതിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ പോലും പലരും പറയുന്നത് ഇസ്രയേലിന് വലിയ നാശനഷ്ടമുണ്ടാക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ പറയുമ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അശോക് സാർ, ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രയേൽ ഏതെങ്കിലും ഒരു സമയത്ത് പതറിപ്പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ പലതരത്തിലും വരുന്നുണ്ട്. നമുക്കൊരിക്കലും ഇതൊക്കെ ശരിയായിരിക്കാം, യാഥാർത്ഥ്യമായിരിക്കാം എന്ന് ഒരു തരത്തിലും ചിന്തിക്കാൻ കഴിയാത്ത പരാമർശങ്ങളാണ് ഇസ്രയേലിനെ പറ്റി കേൾക്കുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇസ്രയേലിന് വലിയൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് വെളുപ്പിന് 4 മണിയോട് മറ്റും അടുപ്പിച്ചാണ് അമേരിക്കൻ ഫൈറ്റർ ഫ്ലൈറ്റുകൾ 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. വളരെ പണ്ട് തൊട്ടേ ഉള്ളതാണ് ഈ സ്വാധീനം. അമേരിക്കൻ ഡിഫൻസിൽ ഇസ്രയേലിന് വളരെ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അവരോരോന്ന് പറയുന്നത്. ഇന്ന് വെളുപ്പിനെ നടത്തിയ ആക്രമണം നമ്മുടെ ഒരു പരസ്യത്തിൽ പറയുന്നത് പോലെ പ്രകൃതിയുടെ മിശ്രിതം ടാറ്റയുടെ പാക്കിംഗ് എന്നുള്ള പരസ്യത്തിൽ പറയുന്നത് പോലെ ഇസ്രയേലിന്റെ സംവിധാനം അമേരിക്കയുടെ ആക്ഷൻ എന്നെടുക്കാവുന്നതാണ്. എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ള സംഗതി 24 മണിക്കൂർ മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചാനലിൽ ഇരുന്ന് പറയുന്ന കേട്ടു. ടെലവീവിലെ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ഇറാൻ തകർത്തു. അതിൻ്റെ വിശദവിവരങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ പലതുമുണ്ട്. മാധ്യമപ്രവർത്തകൻ കത്തിക്കയറുന്നത് ഇസ്രയേലിൻ്റെ എല്ലാവിധ ശാസ്ത്ര പുരോഗതിയും തടയപ്പെട്ടു എന്നുള്ള മട്ടിലാണ്. അദ്ദേഹം എന്താണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ പഠിച്ചത്, സയൻസ് ആണോ ആർട്സ് ആണോ ഭാഷയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഒട്ടും സയന്റിഫിക് സാവിയായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനായിട്ട് തോന്നിയില്ല. വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് വളരെ പഴയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 1936 മറ്റോ സ്ഥാപിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് 1949 ഇസ്രയേലിന്റെ ഫസ്റ്റ് പ്രസിഡന്റിന്റെ പേരിൽ, വീസ്മാന്റെ പേരിൽ, ഡോക്ടർ വീസ്മാൻ, അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു, അദ്ദേഹത്തിന്റെ പേരിൽ പുനർനാമകരണം ചെയ്തതാണ്. അവിടത്തെ ഒരു കെട്ടിടം അവർ തകർത്തിട്ടുണ്ട്. പിന്നീട് കാഷ്വാലിറ്റികളൊന്നുമില്ല, ശാസ്ത്രജ്ഞന്മാരെല്ലാം സുരക്ഷിതരാണ്. അപ്പം ഈ മാധ്യമപ്രവർത്തകന്റെ ഒരു വാദം അവിടുത്തെ ഡേറ്റകൾ മുഴുവൻ നഷ്ടപ്പെട്ട് കാണും എന്നുള്ളതാണ്. ഇതാണ് ഞാൻ കുറച്ച് തൊട്ട് മുമ്പേ പറഞ്ഞത്. നമ്മളുടെ പല മാധ്യമപ്രവർത്തകരും സയന്റിഫിക് സാവിയായിട്ടുള്ള ആളുകളല്ല. പഴയതുപോലെ ഇത് നോട്ട് ബുക്കിൽ കുറിച്ച് വെച്ചിട്ട് ഏതെങ്കിലും ലാബറട്ടറിയുടെ അലമാരിയിൽ അല്ലെങ്കിൽ സേഫ് റൂമിൽ സൂക്ഷിക്കുന്നൊരു ഡേറ്റകളല്ല ഇപ്പം ശാസ്ത്ര സമൂഹത്തിലുള്ളത്. ക്ലൗഡിലാണ് കൂടുതലും സംരക്ഷിക്കുന്നത്. അജ്ഞാത കേന്ദ്രങ്ങൾ പലർക്കും ഉണ്ട്. പല ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ക്ലൗഡിലേക്ക് ഇത് അപ്ലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരഞ്ഞു കണ്ടുപിടിക്കാനൊക്കാത്ത ചില പോക്കറ്റുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ശാസ്ത്ര ഗവേഷണങ്ങൾ പോലും പരമാവധി 2 ആഴ്ചയ്ക്കുള്ളിൽ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു യുദ്ധസന്നാഹം ഉണ്ടായ സാഹചര്യത്തിൽ ഇസ്രയേല് തീർച്ചയായിട്ടും അത് അന്നന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനാണ് സാധ്യത. അല്ലെങ്കിൽ അവർക്കറിയാം അതിൻ്റെ പ്രശ്നം. അതായത് ഒരു ശാസ്ത്ര ഗവേഷണം നടത്തുന്നതിൻ്റെ ഡാറ്റ എങ്ങനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം എന്ന് അവർക്കറിയാം. അപ്പം ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകർ നമ്മളുടെ ജനങ്ങളെ ഇത്തരം മണ്ടത്തരങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു യുക്തിഭദ്രമല്ലാത്തൊരു പറച്ചിലാണ് അവിടുത്തെ ശാസ്ത്ര ഗവേഷണങ്ങൾ തകർന്നു പോയി കാണും എന്നുള്ളത്.
അതും അദ്ദേഹം 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. കാരണം പഴയതുപോലെ പിപ്പറ്റും ബീക്കറും ഒക്കെ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോഴെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഏറ്റവും ആധുനികമായ സംവിധാനത്തിൽ ഒരു ഗവേഷണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമായിട്ടല്ല നടക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗത്ത് പല ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നടക്കുന്ന ഗവേഷണങ്ങൾ കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ തന്നെ അങ്ങനെയാണ് ചെയ്തത്. കാരണം നമ്മൾ സ്വതന്ത്രമായ ഒരു ഗവേഷണ പാരമ്പര്യം പിടിച്ചിട്ടില്ല. അത് വിദേശ യൂറോപ്പിന്റെയും അമേരിക്കയുടെയൊക്കെ പാത പിന്തുടർന്ന് ചെയ്യുന്ന ഒരു ഗവേഷണ രീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇവിടെ പോലും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവേഷണം, പ്രത്യേകിച്ച് ആണവ എനർജിയെ സംബന്ധിച്ചൊക്കെയുള്ള ഗവേഷണങ്ങളാണെങ്കിൽ എവിടെയാണ് നടക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കാത്ത പല സ്ഥലങ്ങളിലും അത്തരം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് താനും. അത് ലോകത്തിലെ മൊത്തം ഒരു സംവിധാനമാണ്. ഇത്തരം ഗഹനമായ ഗവേഷണങ്ങൾ നടക്കുമ്പോൾ ഈ ഗവേഷണങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുകയും അതിൽ നിന്ന് ലഭ്യമാകുന്ന ഡാറ്റകൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ സകല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തകർത്താൽ പോലും അതിൻ്റെ ഗവേഷണ ഫലം നിലനിൽക്കും എന്നുള്ളതാണ്. നമുക്ക് അപ്പം ഇത്തരം അബദ്ധങ്ങൾ ഇങ്ങനെ ഇറാന്റെ മേൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെക്കുറിച്ചും ഇനിയും തുടർന്ന് മാധ്യമങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് വളരെ പെട്ടെന്ന് ആളുകളെ വഞ്ചിക്കാൻ കഴിയും. അമേരിക്ക ഇപ്പോൾ അവിടെ ചെയ്തത് എന്ന് പറയുന്നത് ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ. ഈ ആണവ കേന്ദ്രങ്ങളുടെ പ്രത്യേകത ഇസ്രയേൽ പറയുന്ന അവിടെ അണുബോംബ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ അവകാശവാദം എന്ന് പറയുന്നത് സമാധാനപരമായ ആവശ്യത്തിന് ആണവ ഊർജം നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ആണവ ബോംബെന്നൊന്നും അവർ പറയുന്നില്ല. അപ്പൊ ഇവര് പരസ്പരം ഈ അബ്രഹാമിന്റെ സന്തതികൾ പരസ്പരം അങ്ങോട്ടും പറയുന്ന വാദഗതികൾ ഇതാണ്. അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ കൈവശം സമ്പുഷ്ട യുറേനിയം ഉണ്ട്. അത് ലോകത്തിലെ എല്ലാവിധ സംവിധാനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. യുറേനിയം 238 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് അവര് സമ്പുഷ്ടീകരിച്ച് സൂക്ഷിക്കുന്നുണ്ട്. ഇറാന്റെ അതിലുള്ള മേൽക്കൈ എന്ന് പറയുന്നത് അത് സമ്പുഷ്ടീകരിക്കാനുള്ള സംവിധാനം, ശാസ്ത്രീയ സംവിധാനം അവർക്കുണ്ട് എന്നുള്ളതാണ്. അത് ആണവ ബോംബിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ലോക അറ്റോമിക് എനർജി നിരീക്ഷകർക്ക് അറിയാവുന്നതുമായ കാര്യവുമാണ്. അപ്പൊ അതിനു മുമ്പേ അതിനെ തടയുക എന്നുള്ള പ്രഥമമായ കാര്യമാണ്. അപ്പൊ ഈ വലിയ ബൾക്കായിട്ടുള്ള ആണവ ഖനനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും 2% താഴെ മാത്രമേ യുറേനിയം 238 ലഭിക്കാറുള്ളൂ. ഇതിനെ സമ്പുഷ്ടീകരിച്ച് അതിനുള്ള ഉപകരണങ്ങൾ അവരുടെ കസ്റ്റഡിയിലുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ചിട്ട് അവര് ആണവ ബോംബുകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ആക്രമണമാണ് അവിടെ അമേരിക്ക നിർവഹിച്ചതെന്നാണ് അന്വേഷിച്ചപ്പോൾ ശാസ്ത്രജ്ഞന്മാരുമായിട്ട്, അതായത് നമ്മളിത് എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് ഇത് പറഞ്ഞു തരും. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പുറത്തുള്ള ഡെക്കറേഷൻസ് ആണ്. നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും അവിടുത്തെ ഡെക്കറേഷൻസ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സന്ദർഭം കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇസ്രയേലിന് പരാജയം സംഭവിച്ചു, അമേരിക്ക അവിടെ ആണവ നിലയങ്ങളെ ആക്രമിച്ചു. ഈ 2 സംഗതികളും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പറയുന്ന സംഘർഷം അവസാനിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് അവിടെ കാണുന്നത്. കാരണം ഈ സമ്പുഷ്ടീകരണത്തിന് അതിനുള്ള സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന സംവിധാനമാണ് ഇറാനിയൻ ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ സെൻട്രിഫ്യൂജുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യുറേനിയം 38നെ സമ്പുഷ്ടീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് ഒരു ചക്രത്തിൽ വെച്ചിട്ട് കറക്കുന്ന, പഴയ കുലാലന്മാർ കലം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു റാട്ടുണ്ട്, കറക്കി അങ്ങനെയാണ് കലം വീർപ്പിച്ചെടുക്കുന്നത്.
അതായത് ഭാരമുള്ള വസ്തുക്കൾ പുറത്തേക്കും ഭാരമില്ലാത്ത വസ്തുക്കൾ അകത്തുമായിട്ട് മാറുന്ന വിധത്തിലാണ് ഇതിന്റെ സമ്പുഷ്ടീകരണം. ഈ സമ്പുഷ്ടീകരണം നടത്തുന്ന യന്ത്രങ്ങൾ ആണ് അവര് നശിപ്പിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തുള്ള കൃത്യതയില്ലാത്ത വിഷയം, ഈ സമ്പുഷ്ടീകരിച്ച ആ യുറേനിയത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ശാസ്ത്രീയ സംവിധാനം അമേരിക്കയ്ക്ക് ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നമുക്കിത് ഒരു ശുഭ സൂചകമായ വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള. അമേരിക്ക ഇന്ന് വെളുപ്പിനെ നടത്തിയ ആക്രമണം എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ പറയുന്നത് എങ്കിൽ പോലും അതൊരു നിയന്ത്രണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇറാന് മാത്രമല്ല, ലോകത്തെ ഒരു രാഷ്ട്രങ്ങൾക്കും ആണവായുധത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നിയന്ത്രണം പോലെയാണ്. കാരണം ഇവരെ സമ്പുഷ്ടീകരിക്കാനുള്ള ഇവരുടെ ഉപകരണങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, അതിൻ്റെ നള്ളിഫൈ ചെയ്യുക, അതിൻ്റെ ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമത ഇല്ലാതാക്കിക്കൊണ്ട് ഇറാൻ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകുന്നതിൽ നിന്നും തടയുക എന്നുള്ളതാണ് ഈ നിയന്ത്രണത്തിൻ്റെ അല്ലെങ്കിൽ ഈ അറ്റാക്ക് കൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ ലോക സമൂഹം അതിനെ കാണുന്ന ആ വിധത്തിലായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതായത് ഇതോടുകൂടി ലോകം ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങാനുള്ള, സമാധാനത്തിൻ്റെത് മാത്രമല്ല സുരക്ഷിതത്വത്തിൻ്റെയും പാതയിലേക്ക് നീങ്ങാനുള്ള ഒരു വെളിച്ചമാണ് ഇന്നത്തെ നിയന്ത്രണത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അമേരിക്ക നടത്തിയത് ഒരു ആക്രമണം എന്നതിനേക്കാൾ അപ്പുറം ഒരു നിയന്ത്രണം, അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം. അശോക് സാർ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ചയ്ക്കുള്ളിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരും എന്നും പ്രതീക്ഷിക്കാം. പൂർണ്ണമായും ഇസ്രയേൽ ഇറാൻ യുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാണ്ടായേക്കാം. ഇറാന്റെ ഒരു കീഴടങ്ങലാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടായേക്കാം എന്നുള്ളതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം. കാരണം മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇറാൻ ഇസ്രയേൽ യുദ്ധം കൂടിയായപ്പോൾ പൂർണ്ണമായും പല രീതിയിലുള്ള ആശങ്കകൾ എണ്ണയുടെ ഉൾപ്പെടെയുള്ള വ്യാപാരങ്ങളുടെ കാര്യത്തിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ അമേരിക്ക ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വേണം ഈ ആണവ കേന്ദ്രങ്ങളുടെ ആക്രമണത്തിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.